അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ഈസി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ലൊരു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. എൻ്റെ സിസ്റ്റർ ഇൻ ലോന്റെ റെസിപ്പിയാണിത്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ഒരു ചിക്കൻ എടുത്തിട്ട് മുളക്, മഞ്ഞൾ, ഉപ്പ് വെച്ച് മസാല പെരക്കി വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് കൂടുതൽ മുളക് ഇട്ടിട്ടുണ്ട്, കാരണം ഇതിന് നല്ല ഒരു ഗ്രേവി ടൈപ്പ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് ഗ്രേവി വരണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ലോണം മുളക് പൊടി ഇടണം. ഞാനിവിടെ ഒരു ചിക്കന് 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ മസാല പെരക്കി വെച്ച ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതും വലുതൊക്കെ ആക്കാം. ഓക്കെ, ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ടു. ഇനി അടുത്ത ഭാഗം കൂടിയും ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് കുറച്ച് ഗ്രേവി, കുറച്ച് സാധനങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കാനുണ്ട്. അത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കൂട എന്ന് വെച്ചാൽ ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു ഫുൾ കിട്ടുന്ന വെളുത്തുള്ളി ഇല്ലേ, അതാണ് ഒരു കൂട എന്ന് പറയുന്നത്. അത് ഒരു വലിയ പീസ് ഇഞ്ചി, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മളുടെ കയ്യോളം കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ ഒരു കയ്യോളം മല്ലിയിലയും, പിന്നെ ഒരു 2 വലിയ തക്കാളി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നന്നായി നൈസായിട്ട് അരക്കണം എന്ന് നിർബന്ധമില്ല. ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യാനും പാടില്ല. അതും കൂടെ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മൾ പിന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് അതിൻ്റെ എല്ലാം പച്ചച്ചവ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, കളറില്ലെങ്കിൽ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, കാരണം ഇത് തീരെ കളർ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നമ്മള് മസാല ചിക്കനില് ഇതാക്കി വെക്കുമ്പോ, മസാല പുരട്ടി വെക്കുമ്പോ മുളക് കുറച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി, എരിവ് കുറവ് വേണ്ടവർക്ക്. ഓക്കെ, ഇനി ഇതൊന്ന് നല്ലോണം എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് ആവണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്യും. എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ വേറൊന്ന് പറയണമെന്ന് വെച്ചാല്, നമുക്കിത് കുറച്ച് ദോശന്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടത് ആ രീതിയിൽ അത്ര ലൂസിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. അല്ലാതെ ചിക്കൻ ഫ്രൈ ആയിട്ട് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടുന്നതാണെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ ഇതാ ഗ്രേവി ഒക്കെ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ കാണിച്ച അരിദോശയില്ലേ, അതിന്റെ കൂടെ ഇങ്ങനെ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. നല്ല മിക്സ് ചെയ്ത് ഇനി ഒരു 5 മിനിറ്റോളം ചിക്കനിലേക്കൊന്ന് ഇത് പിടിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണുള്ളത്. എനിക്കിത് കുറച്ചും കൂടിയും നല്ലോണം ഒന്ന് വറ്റിയെടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊരു സൈഡ് ഡിഷ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദോശന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അപ്പൊ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. നല്ലൊരു ഈസി റെസിപ്പിയാണിത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ മസ്സലാമ.